وعلى آله وصحبه أجمعين أما بعد. ദുറൂസുൽ അറബിയ അതിൻ്റെ ഈ ഒരു മൊഡ്യൂളിലെ അവസാനത്തെ ക്ലാസ്സിലാണ് ഇൻഷാ അല്ലാഹ് നമ്മളുള്ളത്. ഇത് കഴിയുന്നതോടുകൂടി ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്തൊരു എക്സാം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആയി നോക്കി ഒക്കെ ഇരിക്കുക. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. 15ാമത്തെ പാഠം നമ്മൾ പകുതിയാക്കി നിർത്തുകയാണ് ചെയ്തത്. ലാ അന്നാഹിയ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അത് ഫിഅ്ലു മുളാരിഇലാണ് വരുന്നത് എന്നും അതേപോലെ തന്നെ അത് ഫിഅ്ലു മുളാരി മുഖാത്തബിലായിരിക്കും ഉണ്ടാവുക എന്നുള്ളതും അത് ഇഅ്റാബ് മാറ്റം വരും, അത് മജ്സൂമായിരിക്കും എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു ഓർക്കുന്നുണ്ടായിരിക്കും. ഇൻഷാ അല്ലാഹ് നമ്മൾ എടുത്തു നിർത്തിയത് പിന്നെ അധ്യാപകൻ അബ്ദുറഹീമിനോട് വിദ്യാർത്ഥികൾ ചുവപ്പ് പേന കൊണ്ട് എഴുതരുത് എന്നും അത് അധ്യാപകന്മാരാണ് എഴുതുക എന്നുള്ള കാര്യം അവിടെയാണ് പറഞ്ഞു നിർത്തിയത്. ഇനി ഫൈസല് പറയാം. ഫൈസല് അവിടുന്ന് പറയുന്നു, ഉൻദുർ ഇലാ ഹാദിഹിൽ മജല്ലതി യാ ഉസ്താദു മാ അജ്മലഹ എന്നാണ്. ഉൻദുർ, നോക്ക്, ഇലാ ഹാദിഹിൽ മജല്ല, ഈ മജല്ലയിലേക്ക്, ഈ മാഗസിനിലേക്ക് നോക്ക്. യാ ഉസ്താദ്, ഉസ്താദെ ഈ മാഗസിനിലേക്ക് നോക്ക്. മാ അജ്മലഹ, എന്തൊരു ഭംഗിയാണ് എന്ന് പറയാണ്. അപ്പൊ ഉംദുർ, എന്താണ് ഉംദുർ? അവിടെ എന്തായിരിക്കും? ഉംദുർ ഫീല് അമ്ര ഫിഅ്ലു അംറ് ആ മബ്നിയുൻ അല സുക്കൂനും അല സുക്കൂൻ, മറന്നുപോയല്ലോ. ഫിഅ്ലു അംറ് മബ്നിയുൻ അല സുക്കൂൻ. ഇല എന്നുള്ളത് ഹർഫ് ജർ ഹർഫ് ജർ. ഹാദിഹി മജ്റൂർ ഇസ്മുൻ മജ്റൂർ. മജല്ല എന്നുള്ളത് ബദല് ബദൽ ബദലുൻ മജ്റൂർ. ബദലുൻ മജ്റൂർ മജ്റൂർ. യാ എന്നുള്ളത് ഹർഫു നിദ. ഉസ്താദു എന്നുള്ളത് മുനാദ. മാ അജ്മലഹ, എന്തൊരു ഭംഗിയാണ് ഇത് എന്നുള്ളതാണ് അല്ലെ. നമ്മൾ അജ്മലഹ എന്നുള്ളത് അതായത് ഇസ്മു ഏർ, അതായത് തഫ്സീൽ ഉസ്ലൂബു തഅജ്ജുബ്, അത് നമ്മൾ പറഞ്ഞു. പേജ് നമ്പർ 107 എടുക്കുക. 107 107 10ാമത്തെ തംരീൻ. 10ാമത്തെ തംരീൻ. ഇവിടെ മാ അജ്മൽഹ ഒരു ഒന്നാമത്തെ കാണാം. ഹാമിദുൻ തൊവീലുൻ. ഹാമിദുൻ തൊവീലുൻ. ഹാമിദ് എന്താണ്? നീളമുള്ളവനാണ് അല്ലെ. മാ അത്വല ഹാമിദൻ, ഹാമിദ് എന്തൊരു നീളമുള്ളവനാണ്. ഇവിടെ പിന്നെ മാ എന്നുള്ളത് എന്തൊരു എന്നുള്ള ആ ഒരു അർത്ഥത്തിന് വേണ്ടിയിട്ടാണ്. എന്തൊരു നീളമാണ് എന്ന് അർത്ഥം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് എഴുതുന്നത്. ഇവിടെ മാ അത്വല ഹാമിദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാ എന്നുള്ളത് എന്തെന്നുള്ള ഇതിലാണ്. അത്വൽ, അത്വൽ, അത്വൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫിഅലുൻ മാളി, ഫിഅലുൻ മാളിയുൻ മബ്നിയുൻ ലൽ ഫത്ഹി മബ്നിയുൻ അലൽ ഫത്ഹ. മബ്നിയുൻ അലൽ ഫത്ഹ. മഫ്ഊലുൻ ബിഹി മൻസൂബ്. ഹാമിദ് എന്നുള്ളത് എന്താണ്? മഫ്ഊലുൻ ബിഹി മൻസൂബ് അല്ലെ. ഹാമിദൻ എന്നാണ് വരിക.
അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഇഅ്റാബ് വരുന്നത്. മാ അത്വലഹ എന്ന് പറഞ്ഞ അത്വല ഫിഅലുൻ മാളി മബ്നിയുൻ അലൽ ഫത്ഹ ഹാമിദ് മഫ്ഊലുൻ ബിഹി മൻസൂബ് വഅലാമത്തു നസ്ബിഹി അൽ ഫത്ഹ. ഇതിനെന്താ പറയാ? ഉസ്ലൂബുൽ ഉജൂബ. ഉസ്ലൂബു തഅജ്ജുബ്, താഴ്ച. അത്ഭുതപ്പെടുത്തുന്നതിന്റെ ശൈലി, അത്ഭുതത്തോട് കൂടിയിട്ടുള്ളതില്ലേ. രണ്ടാമത്തേത് ഹാദിഹി സയ്യാറത്തു ജമീലത്തുൻ, ഈ കാറ് ഭംഗിയുള്ളതാകുന്നു. അതെന്താവും? മാ അജ്മല ഹാദിഹി സയ്യാറത, മാ അജ്മല ഹാദിഹി സയ്യാറത, ഈ കാറ് എന്തൊരു ഭംഗിയുള്ളത് ആണ് എന്നുള്ളതാണ്. മാ അജ്മല ഹാദിഹി അസ്സയ്യാറത. ഹുവ തൊവീലുൻ, അവൻ നീളമുള്ളവനാണ്. മാ അത്വലഹു, അവിടെ ദമീർ ആഡ് ചെയ്തു. മാ അത്വലഹു, അവൻ എന്തൊരു ഭംഗിയുള്ള അല്ല എന്തൊരു നീളമുള്ളവനാണ് എന്നാണ്. അൻത സഗീറുൻ, നീ ചെറിയവനാണ്, അല്ലെ, ഹൈറ്റ് കുറഞ്ഞവനാണ്. മാ അസ്ഗറക, നീ എന്തൊരു ഹൈറ്റ് കുറഞ്ഞ അല്ലെങ്കിൽ ചെറിയ ആളാണ് എന്നുള്ള ആ രീതി. ഇതാണ് ഇവിടെയും പാഠത്തിലും എന്തിട്ടുള്ളത് വന്നിട്ടുള്ളത്. മാ അജ്മലഹ എന്നുള്ളതാണ്. അവിടെ ലമീറാണ്. അജ്മല എന്നുള്ളത് ഫിഅലുൻ മാളി മബ്നിയുൻ അലൽ ഫത്ഹ, ഹ എന്നുള്ളത് ലമീറാണ്. അപ്പോ ഈ മാഗസിനിലേക്ക് നോക്കൂ ഉസ്താദ്, ഇത് എന്തൊരു ഭംഗിയാണ് എന്നാണ്. അപ്പൊ ഉസ്താദ് പറഞ്ഞു ലാ തഖറ മജല്ലാത്തി ഫിൽ ഫസ്ലി യാ ഫൈസലു, ലാ തഖറ ഇൽ മജല്ലാത്തി ഫിൽ ഫസ്ലി യാ ഫൈസലു. ലാ തഖറ, നീ എന്ത് ചെയ്യരുത്, നീ വായിക്കരുത്. ഇവിടെ തഖറ എന്നുള്ളത് എന്താ? ലാ തഖറ എന്നുള്ളത് നാഹിയാണോ നാഫിയാണോ? നാഫിയ. നാഹിയാണ് അല്ലെ. കാരണം എന്താണ്? അവസാനത്തിൽ നമ്മൾ പറഞ്ഞു നാഹിയ അത് മജ്സൂം ആയിട്ടാണ് വരിക അല്ലെ. ഫിഅലു മുദാരി മജ്സൂമുൻ വഅലാമത്തു ജസ്മിഹി അസ്സുകൂൻ. മജല്ലാത്ത്, മജല്ലാത്ത് എന്താ വരിക? മഫ്ഊലുൻ ബിഹി. മഫ്ഊലുൻ ബിഹി. ബിഹി മൻസൂബ് വഅലാമത്തു നസ്ബിഹി എന്താ? ഫതഹ. അല്ല, അപ്പോൾ മനസ്സിലായില്ല. മംനൂ മിന സർഫ്. ജമ്മു മുഅന്നസ്. ജംഉ മുഅന്നസ് സാലിമാണ്. മജല്ലാത്തി എന്നാണ് വരിക. ലാ തഖറഇൽ മജല്ലാത്തി. ലാ തഖറഇൽ മജല്ലാത്തി ഫിൽ ഫസ്ലി യാ ഫൈസലു. ലാ തഖറ ഫിഅലു മുദാരി മജ്സൂമുൻ വഅലാമത്തു ജസ്മിഹി അസ്സുകൂൻ. പിന്നെ മജല്ലാത്ത് മഫ്ഊലുൻ ബിഹി മൻസൂബ് വഅലാമത്തു നസ്ബിഹി അൽ കസ്റ ലിഅന്നഹു ജംഉ മുഅന്നസി സാലിം. ഫി എന്നുള്ളത് ഹർഫു ജർ, അൽ ഫസ്ൽ എന്നുള്ളത് ഇസ്മുൻ മജ്റൂർ, യാ എന്നുള്ളത് ഹർഫു നിദ, ഫൈസൽ മുനാദ. ഓക്കെ, ഫൈസൽ ശേഷം ഫൈസൽ പറയാണ് മാ അഖറഉ ഹാദിഹിൽ മജല്ലതു അൽ ആൻ. മാ അഖറഉ ഹാദിഹിൽ മജല്ലതു അൽ ആൻ. മാ അഖറഉ, ഞാൻ എന്ത് ചെയ്യുന്നില്ല, വായിക്കുന്നില്ല. ഹാദിഹിൽ മജല്ല, ഈ മാഗസിൻ, അൽ ആൻ, ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഈ മാഗസിൻ വായിക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെ നമ്മൾ ലാ അന്നാഹിയന്റെ അതേ രൂപത്തിലാണ് മാ എന്ന് വന്നു കഴിഞ്ഞാൽ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. പിന്നെ ഞാൻ ചായ കുടിക്കാറില്ല, അല്ലെ, ലാ അഷ്റബു ഷായ്, അല്ലെ, മാ അഷ്റബു ഷായ് അൽ ആൻ, ഞാൻ ഇപ്പോൾ ചായ കുടിക്കുന്നില്ല.
എന്നുള്ള രീതിയിൽ. അപ്പോ ഇവിടെ എന്താണ്, ഞാൻ മാഗസിൻ ലാ അഖറഉ ഹാദിഹിൽ മജല്ല, ഞാൻ ഈ മാഗസിൻ വായിക്കാറില്ല എന്നുള്ളതായിരിക്കും ലാ എന്ന് വരുമ്പോ, അല്ലെ? പക്ഷെ അവിടെ മാ എന്ന് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? മാ അഖറഉ ഹാദിഹിൽ മജല്ലാതി അൽ ആൻ, ഞാൻ ഇപ്പോൾ ഈ മാഗസിൻ എന്ത് ചെയ്യുന്നില്ല, വായിക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്നമ അൻദുറു ഇലാ സുവരില്ലതി ഫീഹാ, ഇന്നമ തീർച്ചയായും, അൻദുറു ഞാൻ നോക്കുന്നു, ഇല സുവർ, സുവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിക്ചർ, മറ്റേത് സീനാണ്. സൂറത്ത്, ഖുർആനിലെ സൂറത്തുകൾ സീനാണ് വരിക, ഇത് സ്വാദാണ്. സുവർ പിക്ചേഴ്സ്, അല്ലതി ഫീഹ ഇതിലുള്ളതായ പിക്ചേഴ്സ് നോക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് എന്നാണ്. ഇവിടെ പിന്നെ ഇന്ന നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഇന്ന അതിന്റെ ദൗത്യം എന്താണെന്നുള്ളത്. അതിന് ശേഷം സെന്റൻസ് വന്ന ഹർഫ് ഇന്ന ആയിരിക്കും. പിന്നെ ഹർഫുൻ നാസിഖ്, ഇന്ന ഇസ്മു ഹബ്സുന്ന. ഇന്ന, ഖബറു ഇന്ന, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നമ എന്ന് വരുമ്പോ പിന്നെ ഇതൊക്കെ കൊണ്ട് മാറുകയാണ്. അപ്പൊ അതില് പ്രധാനമായും ഈ ഇന്നമ വരുന്നിടത്ത് നമ്മൾ പഠിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ, മൂന്ന് നിയമങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളി. ഇന്നമ വരുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഇന്നയുമായി ചേർന്ന് വരുന്ന മാഇനെ, ഇന്നയുമായി ചേർന്ന് വരുന്ന മാഇനെ മാ അൽ കാഫ എന്നാണ് പറയാ. മാ ഉൽ കാഫ, മാ മാ അൽ കാഫ. കാഫ എന്ന് പറഞ്ഞാൽ തടയുന്നത് എന്നാണ് അർത്ഥം. മാ അൽ കാഫ എന്നാണ് വിളിക്കുക. അത് നമ്മളൊരു ഇതായിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇന്നയുമായി ചേർന്ന് വരുന്ന മാഇനെ മാ അൽ കാഫ എന്നാണ് വിളിക്കുക. ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ മൂന്നെണ്ണം. അതിലൊന്ന്, ഇന്ന എന്നത് ജുംലത്തുൽ ഇസ്മിയയിലാണ് ഉപയോഗിക്കുക. നമ്മളെല്ലാവരും പഠിച്ചതാണ് അല്ലെ. ഹർഫുൻ നാസിഹ്, ഇസ്മു ഇന്ന, പിന്നെ ഖബറു ഇന്ന ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഇന്ന എന്നുള്ളത് എന്താണ്? ജുംലത്തുൽ ഇസ്മിയയിലാണ് ജുംലത്തുൽ ഇസ്മിയയിലാണ് എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. എന്നാൽ അതിലേക്ക് മാ വന്നാൽ, അതിലേക്ക് മാ ആഡ് ചെയ്താൽ, മാ വന്നു കഴിഞ്ഞാൽ ജുംലത്തുൽ ഫിഅലിയയിലും എന്ത് ചെയ്യും, ഉപയോഗിക്കും. മാ വന്നു കഴിഞ്ഞാൽ അത് ജുംലത്തുൽ ഫിഅലിയയിലും എന്താവും, ഉപയോഗിക്കും. അല്ലെ? അതിന് ഉദാഹരണമാണ് ഖുറാനിൽ എന്തുണ്ട്, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാഉ, അല്ലെ? ഇന്നമ യഖ്ഷ, യഖ്ഷ എന്ന് പറഞ്ഞ പേടിക്കുന്നു, അത് ഫിഅലാണ്. ഇന്നമ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അപ്പൊ അതെന്തായി, ജുംലത്തുൽ ഫിഅലിയയിലേക്കാണ് എന്ത് ചെയ്തത്, മാ വന്നതോടുകൂടി അത് ഉപയോഗിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത പോയിന്റ് പറയുമ്പോൾ ഒന്നുകൂടി വ്യക്തമായിരിക്കും. അപ്പോൾ ഒന്നാമത്തേതാണ്, ഇന്ന എന്നത് ജുംലത്തുൽ ഫിഅലിയിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഉപയോഗിക്കുക. എന്നാൽ അതിലേക്ക് മാ എന്നത് വരുന്നതോടുകൂടി അതെന്തായിരിക്കും, ജുംലത്തുൽ ഫിഅലിയയിലും അത് ഉപയോഗിക്കും.
രണ്ടാമത്തേത്, ഒന്നാമത്തെ ക്ലിയർ അല്ലേ? അത് അതെ. മനസ്സിലാക്കി വെക്കുക. ഓക്കെ. രണ്ടാമത്തേത്, മാ എന്നത് ഇന്നയിലേക്ക് വന്നാൽ മാ എന്നത് ഇന്നയുടെ അല്ലെങ്കിൽ ഇന്നയിലേക്ക് വന്നാൽ ഇന്നയുടെ ഇഅ്റാബിന്റെ പ്രവർത്തനങ്ങൾ ഇന്നയുടെ ഇഅ്റാബിന്റെ പ്രവർത്തനങ്ങൾ ഇന്നയുടെ ഇഅ്റാബിന്റെ പ്രവർത്തനങ്ങൾ എല്ലാം അവിടെ സ്റ്റോപ്പ് ആവും, എല്ലാം അവിടെ നിൽക്കും. ഇന്നയുടെ ഇഅ്റാബിന്റെ പ്രവർത്തനങ്ങൾ നിൽക്കും അല്ലെങ്കിൽ നിലക്കും, എന്തോ ഇതാ അല്ലെ? ഇപ്പൊ ഇന്ന വന്നു കഴിഞ്ഞാൽ അതിന്റെ ഇസ്മു ഇന്നക്ക് എന്തായിരിക്കും? മൻസൂബോ മർഫൂഅോ മൻസൂബ്. മജ്സൂമോ? മൻസൂബ്. മൻസൂബാണ് അല്ലെ? മൻസൂബ്. ഖബർ ഇന്നെ മർഫൂ. മർഫൂ അല്ലെ? ഇതാണ് ഇന്ന വന്നു കഴിഞ്ഞാൽ അല്ലെ? അപ്പൊ അതിലൊരു ഉദാഹരണം സൂറത്തു സ്വാഫാത്ത്, നിങ്ങൾ ഇത് ആയത്ത് നമ്പർ നോട്ട് ചെയ്താൽ മതി. സൂറത്തു സ്വാഫാത്തിലെ 4 സോഫാത്തിലെ 4-ാമത്തത് ആയത്ത്. ഇന്ന ഇലാഹക്കും ലവാഹിദുൻ അല്ലെ? ഇന്ന ഇലാഹക്കും ലവാഹിദുൻ മൻസൂബാണ്. അതേപോലെ തന്നെ ലവാഹിദുൻ എന്നുള്ളത് മർഫു ആണ്. ഇന്ന വന്നപ്പോ ഇസ്മു ഇന്ന മൻസൂബായി, ഖബറു ഇന്ന എന്തായി? മർഫു ആയി. ക്ലിയർ ആണല്ലോ അല്ലെ? ഇത് നമ്മൾ പഠിച്ച നിയമമാണ്. ഇനി ത്വാഹയിലെ 98-ാമത്തെ ആയത്ത്, സൂറത്തു ത്വാഹ 98. ഇത് സോഫാത്തിൽ കേട്ടോ. ഇത് ത്വാഹയില് ഇന്നമാ ഇലാഹുക്കുമുല്ലാഹു അല്ലെ? ഇവിടെ ഇന്നമാ അല്ല, ഇന്ന ഇലാഹക്കും എന്നാണ് പറഞ്ഞത്. ഇലാഹക്കും ഹ ഇന് ഫത്ഹാണ്. ഇവിടെ എന്തായി? അത് ലൊമ്മായി മാറി. അതായത് എന്താണോ ഇന്നയുടെ ധർമ്മം, ഇന്നയുടെ ഇസ്മു ഇന്നയും ഖബറു ഇന്നയും എന്ത് ധർമ്മമാണോ അതെല്ലാം അവിടെ എന്ത് ചെയ്യും? സ്റ്റോപ്പാക്കും. ആര് വരുന്നതോടുകൂടി? മാ വരുന്നതോടു കൂടി എന്നുള്ളതാണ്. പിന്നെ എന്തൊക്കെയെന്നുള്ളത് ഇൻഷാ അല്ലാഹ് നമ്മൾ പിന്നെ ഡീറ്റെയിൽ ആയി പഠിക്കും. നമ്മളിപ്പോ ഇത് ഇത്ര മനസ്സിലാക്കി വെക്കുക. ഇന്നമ വരുന്നതോടുകൂടി എന്ത് ചെയ്യും? ഇന്നയുടെ ഇഅ്റാബിന്റെ നിയമങ്ങളൊക്കെ അവിടെ എന്താവും? സ്റ്റോപ്പ് ആവും എന്നുള്ളതാണ്. മൂന്നാമത്തേത്, മാ ചേരുന്നതോടുകൂടി, മൂന്നാമത്തെ നിയമമാണ്. മാ ചേരുന്നതോടുകൂടി, മാ എന്ന അക്ഷരം ഇന്നയിലേക്ക് ചേരുന്നതോടുകൂടി മാ
എന്ന അക്ഷരം ഇന്നയിലേക്ക് ചേരുന്നതോടുകൂടി അല്ലെങ്കിൽ മാ ചേരുന്നതോടുകൂടി അതിന് ശേഷം പറയപ്പെടുന്ന കാര്യത്തിന് അതിന് ശേഷം പറയപ്പെടുന്ന കാര്യത്തിന് അതിന് ശേഷം പറയപ്പെടുന്ന കാര്യത്തിന് മാത്രം എന്ന ഒരു അർത്ഥം കൂടി കിട്ടും. മാത്രം എന്ന ഒരു അർത്ഥം കൂടി കിട്ടും. മാത്രം എന്ന ഒരർത്ഥം കൂടി കിട്ടും. ഓക്കെ. അപ്പൊ എന്താണ്? ഇന്ന ഇലാഹക്കും വാഹിദുൻ, തീർച്ചയായും നിങ്ങളുടെ ആരാധ്യൻ ഏകനാകുന്നു. ഇവിടെ എന്താ? ഇന്നമാ ഇലാഹുക്കുമുല്ലാഹു, തീർച്ചയായും നിങ്ങളുടെ ആരാധ്യൻ അള്ളാഹു മാത്രമാകുന്നു. അള്ളാഹു മാത്രമാകുന്നു എന്നുള്ളതാണ്. അവിടെ ഒരു മാത്രം എന്നുള്ള അർത്ഥം കിട്ടും അല്ലെ. നമ്മള് എല്ലാവർക്കും അറിയുന്ന ഒരു ഹദീസാണ്. പിന്നെ എന്താണ്? അല്ലെ, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, തീർച്ചയായും പ്രവർത്തനങ്ങൾ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാകുന്നു എന്നാണ്. ഇന്നൽ അഅ്മാല ബിന്നിയാത്ത്, തീർച്ചയായും പ്രവർത്തനങ്ങൾ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാകുന്നു എന്നാണ് വരിക. ഇന്നമാന്ന് കൂടി വരുമ്പോ എന്തുകൂടിയാവും? തീർച്ചയായും പ്രവർത്തനങ്ങൾ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാകുന്നു എന്നുള്ള ഇതിലേക്ക് എന്ത് ചെയ്യും? അത് വരും. ഇതാണ് ഇന്നമ എന്നുള്ള ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, ഇനി പാഠത്തിലേക്ക് വരാം. ഇന്നമ അൻദുറു ഇലസ്സുവരില്ലതി ഫീഹാ, ഇന്നമ അൻദുറു ഇലസ്സുവരില്ലതി ഫീഹാ, ഞാൻ ഇതിലുള്ള പിക്ചേഴ്സിലേക്ക് മാത്രമാണ് നോക്കുന്നത് എന്നെന്ത് ചെയ്യാണ് അവിടെ ഫൈസൽ പറഞ്ഞു. അപ്പൊ ഹംസ പറയാണ്, അഫ്തഹുൽ ബാബ യാ ഉസ്താദ് യകാദുൽ ജറസു യരിന്നു, യകാദുൽ ജറസു യരിന്നു എന്നാണ്. അഫ്തഹുൽ ബാബ യാ ഉസ്താദ്, അഫ്തഹുൽ ബാബ യാ ഉസ്താദ്, ഉസ്താദെ ഞാൻ ഈ ഡോറ് തുറക്കട്ടെയോ എന്നാണ്. യകാദു ആകാറായിട്ടുണ്ട് എന്നാണ്. യകാദു, കാദ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഏകദേശം സംഭവിച്ചു എന്നുള്ളതിനാണ് പറയാം. കാദ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഏകദേശം സംഭവിച്ചു എന്നുള്ളതിനാണ് എന്ത് ചെയ്യുക? കാദ എന്ന് പറയാ. അപ്പൊ യകാദു ഏകദേശം സംഭവിക്കാറായിട്ടുണ്ട്. എന്ത്? അൽജറസു ബെല്ല്, യറിന്നു അടിക്കാറായിട്ടുണ്ട് എന്നാണ്. ബെല്ല് ഏകദേശം അടിക്കാറായിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യട്ടെ? ഡോറ് തുറക്കട്ടെ എന്നാണ്. അപ്പോ അധ്യാപകൻ പറയാണ്, ഇല്ല, ആ ചോദ്യത്തിനുള്ള ഉത്തരാണ് ല, തുറക്കരുത്. ലാ തഫ്തഹ് അൽ ബാബ അൽ ആൻ, ലാ തഫ്തഹ്, നീ എന്ത് ചെയ്യരുത്? തുറക്കരുത്. ഫിഅലുൻ മുളാരി മജ്സൂമുൻ വഅലാമത്തു ജസ്മിഹി അസ്സുകൂൻ എന്നുള്ളതാണ്. അൽ ബാബ പിന്നെ മഫ്ഊലുൻ ബിഹി മൻസൂബ് വഅലാമത്തു നസ്ബിഹി അൽ ഫത്ഹ, അൽ ആൻ ഇപ്പോൾ ളർഫാണ്. ഇപ്പോൾ എന്ത് ചെയ്യരുത്? നീ ഡോറ് തുറക്കരുത് എന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി കാദ യകാദു എന്നുള്ളതാണ്. കാദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ഏകദേശം സംഭവിച്ചു എന്നുള്ളതിനാണ് പറയാൻ നമ്മൾ പറഞ്ഞു. കാദയും അതേപോലെ തന്നെ കാനയെ പോലെ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുക? ഏകദേശം പെരുമാറാം. കാന വാഹവാത്ത് നമ്മൾ പഠിച്ചു, അതേപോലെ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുക? കാദ എന്നുള്ളത് ഉണ്ടായിരിക്കുക. എന്നാൽ വളരെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും, അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാദ എന്നുള്ളത് ജുംലത്തുൽ ഇസ്മിയയിലേക്ക് പ്രവേശിക്കും. കാദ എന്നുള്ളത് ജുംലത്തുൽ ഇസ്മിയയിലേക്ക് എന്ത് ചെയ്യും? പ്രവേശിക്കും. എന്നിട്ട് മുബ്തദഇനെ ഇസ്മു കാദ
ഈ എന്നതിലേക്കാണ് എന്ത് ചെയ്യുക, മാറ്റുക. ഉദാഹരണം പറയാം, ഒന്ന് ശ്രദ്ധിച്ചാൽ കിട്ടുന്നതാണ്. എന്നാൽ ഒന്ന് ശ്രദ്ധ വിട്ട് കഴിഞ്ഞാൽ നമുക്കിത് ഭയങ്കര വലിയൊരു ഇടങ്ങേറുള്ള സംഗതിയായിട്ട് നമുക്ക് തോന്നും. എരിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ? ബെൽ റിംഗിങ്. അടിക്കുക. അടിക്കുക എന്നുള്ളത് എന്താണ്? ഫീല് ഫിഅലല്ലേ? ഫീല് ഫിഅല മുളാരി. അല്ലേ? ജറസ് എന്നുള്ളത് ഇസ്മ. ഇസ്മാണ് അല്ലേ? ജറസുൻ അല്ലേ? ഓക്കെ. ഇവിടെ യകാദുൽ ജറസു, ബെല്ല് അടിക്കാറായിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലേ? യകാദു ജറസു. യകാദുൽ ജറസു, ബെല്ല് അടിക്കാറായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ യകാദു എന്നുള്ളത് ഇസ്മു കാദയാണ്. യകാദുൽ ജറസു, ജറസു എന്നുള്ളത് എന്താണ്? ഇസ്മു കാദ ആണ്. യകാദു എന്നുള്ളത്, സോറി, ഇതവിടെ വെക്കട്ടെ. ജറസു എന്നുള്ളത് എന്താണ്? കാദനെ കുറിച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് കേട്ടോ. കാദ, കാദ എന്നുള്ളതിൽ കാദൽ ജറസു അല്ലെങ്കിൽ യകാദുൽ ജറസു എന്ന് പറയുമ്പോൾ ജറസു എന്നുള്ളത് ഇസ്മു കാദയാണ്. ഇസ്മു കാദ മർഫൂ, ഇസ്മു കാദ മർഫൂ ആണ്. ക്ലിയർ അല്ലേ? ഇസ്മു കാദ മർഫൂ ആണ്. രണ്ടാമത്തേത് എരിഞ്ഞു. എരിഞ്ഞു, എരിഞ്ഞു എന്നുള്ളത് ഒരു ഫിഅലാണ് അല്ലേ? ആണോ? എന്തായിരുന്നു മുണ്ടാത്ത്? അതെ അതെ അതെ. ആണ് അല്ലേ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാദയുടെ ഖബർ എപ്പോഴും ജുംലത്തുൽ ഫിഅലിയ ആയിരിക്കും എന്നാണ്. കാദയുടെ ഖബർ എപ്പോഴും എന്തായിരിക്കും? ജുംലത്തുൽ ഫിഅലിയ. ഇത് കാദന്റെ മാത്രം നിയമം കേട്ടോ. കാദന്റെ മാത്രം നിയമമാണ്. കാദയുടെ ഖബർ എപ്പോഴും എന്തായിരിക്കും? ജുംലത്തുൽ ഫിഅലിയ ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ ഖബർ എരിഞ്ഞു എന്നാണ്. എരിഞ്ഞു എന്ന് പറഞ്ഞാൽ അടിക്കുന്നു അല്ലേ? അടിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്കത് എഴുതി കൂടെ? ഇത് ജുംലത്തുൽ ഫിഅലിയ അല്ലേ? എരിഞ്ഞു പറഞ്ഞ ഫിഅലുൻ മുളാരി മുളാരിഉൻ മർഫൂൻ മർഫൂഉൻ വഅലാമതു റഫഇഹി റഫഇഹി ളമ്മ. അല്ലമ്മ അല്ലേ? ഫായില് മുസ്തതിർ ഹുവ. ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു ഹുവ. തഖ്ദീറുഹു ഹുവ അല്ലേ? തഖ്ദീറുഹു ഹുവ. അപ്പൊ ഇതെന്താണ്? എരിഞ്ഞു എന്നുള്ളത് ഒരു ജുംലത്തുൽ ഫിഅലിയയാണ് അല്ലേ? അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, കാദയുടെ ഖബർ എപ്പോഴും എന്തായിരിക്കും? ജുംലത്തുൽ ഫിഅലിയ ആയിരിക്കും. കാദയുടെ ഖബർ എപ്പോഴും എന്തായിരിക്കും? ജുംലത്തുൽ ഫിഅലിയ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോ യകാദുൽ ജറസു യരിന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? കാദ എന്നുള്ളത് അതിന്റെ പിന്നെ ഇസ്മു കാദ ജറസാണ്. പിന്നെ എരിന്നു എന്നുള്ളതാണ് അവിടുത്തെ ഖബർ ആയിട്ട് വരിക. ഓക്കെ, ഇൻഷാല്ലാ നമ്മൾ തംരീനിലേക്ക് വരുമ്പോൾ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ഒന്നുകൂടി ശരിയാവും ഇൻഷാല്ലാ. തംരീൻ 1, സ്വഹിഹ് മാ യലി, താഴെ തന്നിരിക്കുന്നത് ശരിയാക്കാനാണ്. അബൂബക്കർ മഅഹു മജല്ലത്തുൻ, അബൂബക്കറിന്റെ അടുത്താണ് മജല്ല ഉള്ളത്. അപ്പൊ ഇതെന്താണ്? ഫൈസലുൻ മഅഹു മജല്ലത്തുൻ എന്നാണ് വേണ്ടത്. ഫൈസലുൻ ത്വാലിബുൻ ജദീദുൻ, ഫൈസൽ പുതിയ വിദ്യാർത്ഥിയാണെന്നാണ്. ഫൈസൽ അല്ല, ഹുമയൂൺ ത്വാലിബുൻ ജദീദുൻ. ബഷീറുൻ
കതബൽ അജ്വിബത ബിൽ ഖലമിൽ അഹ്മർ. ബഷീർ ചുവപ്പ് പെന്ന് കൊണ്ട് എഴുതിന. ബഷീർ അല്ല, അബ്ദുറഹീമാണ്. ഹംസ ഗായിബുൻ അൽ യൗം. ഹംസ ഇന്ന് എന്താണ്, ലീവാണ് എന്നാണ്. ഹംസ അല്ല, ഹംസയാണ് ബെല്ലടിക്കാൻ വേണ്ടി പോവാൻ വേണ്ടി നിന്നത്, അല്ല ഡോർ ഓർക്കാൻ. പക്ഷെ ഹിഷാമാണ് എന്ത് ചെയ്തത്, ലീവ്. 2, 3, 4, 5, 6, 7 നമ്മൾ പറഞ്ഞു. ഇനി 8 ഇതാ കാതന്റെ തന്നെയാണ്. തഅമ്മൽ ജുമലാത്തിയ. അവിടെ നോക്ക്, ഒന്ന് മുലാരി മാലിന്റെയും മുലാരിന്റെയും രൂപം കൊടുത്തിട്ടുണ്ട്. ഫതഹ ഫതഹ സക്കരിയ അൽ ബാബ വകാദ യഖ്റുജു. വകാദ യഖ്റുജു എന്നാണ്. ഈ ഒരൊറ്റ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഫതഹ എന്താ ഫതഹ? فعل ماضي ഉം. ഫിഅലുൻ മാളി مبني മബ്നിയുൻ على فتح അലൽ فتح ഫത്ഹ. മബ്നിയുൻ അലൽ ഫത്ഹ. സക്കരിയ فاعل مرفوع فاعل അയ്വ مرفوع ഫായില് അല്ലേ. ബാക്കി പിന്നെ സക്കരിയ മംനൂ മിൻ സർഫാണ്, കൂടുതൽ പറയുന്നില്ല. അൽബാബ് അല്ലേ, الباب എന്താണ്? مفعول به منصوب മഫ്ഊലുൻ ബിഹി മൻസൂബ്. വകാദ എന്നല്ലേ? വകാദ. وحرف أثقل അവ ഹർഫ് അത്വ്. അയക്ക് ഞാൻ പോണില്ല, കാതന്റെ പറയും. فعل ഫിഅലുൻ ماضي മാദി. ഫിഅലു മാദി എന്നല്ലേ? എന്താണ്? آه സക്കരിയ വകാദ. ഓക്കെ 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 ഓക്കെ. മബ്നിയുൻ على الفتحة മബ്നിയുൻ അലൽ ഫത്ഹ. ഇനി അവിടുത്തെ ഇസ്മു കാദ. ഫായിലല്ല വരിക, ഇസ്മു കാദയാണ് വരിക. നമ്മൾ ضمير സാധാരണ ഫിഅലു مستتر പറഞ്ഞാൽ പിന്നെ അവിടെ ഫായിലാണ് പറയല്. പക്ഷെ ഇതിനെന്തല്ല, കാദക്ക് ഫായിലല്ല വരിക, ഇസ്മു കാദയാണ് വരിക. എന്താണ്? ഇസ്മു آه കാദയാണ് വരിക. അവ എന്തായിരിക്കും ഇസ്മു കാദ? ضمير مستتر അയ്വ. മുസ്തതിർ. تقديره هو അയ്വ. ഹുവ അല്ലേ? ഇവിടെ എന്താണ്? ഹുവ യഖ്റുജു, അവൻ പുറത്തിറങ്ങുന്നു എന്നാണ് അല്ലേ? അവിടെ വകാദ യഖ്റുജു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാദ മാറ്റി കഴിഞ്ഞാൽ എന്താണ്? ഹുവ യഖ്റുജു എന്നാണ്. അപ്പോ ളമീറുൻ മുസ്തതിർ തഖ്ദീറുഹു ഹുവ. ഇസ്മു കാദ എന്ന് പറഞ്ഞ് നമ്മൾ ഇറാബ് എഴുതുമ്പോൾ ഫിഅലുൻ മാദി മബ്നിയുൻ അലൽ ഫത്ഹ എന്ന് പറയുമ്പോൾ പിന്നെ വേഗം ഫായിലേക്കല്ല വരിക, ഇസ്മു കാദ ളമീറുൻ മുസ്തതിർ തഖ്ദീറുഹു ഹുവ എന്നാണ് വരിക. പിന്നെന്താണ്? يخرج യഖ്റുജു അല്ലേ? യഖ്റുജു എന്താണ്?
جملة فعلية اسم لا سوري خبر خبر كاد كاد جملة الفعلية خبر كاد له അപ്പോൾ ഫത്ഹ എന്ന് പറഞ്ഞ ഫിഅലുൻ മാദി മബ്നിയുൻ അലൽ ഫത്ഹി സക്കരിയ എന്ന് പറഞ്ഞ ഫാഇൽ അൽബാബ് മഫ്ഊലുൻ ബിഹി മൻസൂബ് പിന്നെ അലാമത്തു നസ്ബിഹി അൽ ഫത്ഹ വകാദ എന്നുള്ളത് വാവ് അത്ഫാണ് കാദ എന്നുള്ളത് ഫിഅലുൻ മാദി മബ്നിയുൻ അലൽ ഫത്ഹ ഫിഅലുൻ മാദി മബ്നിയുൻ അലൽ ഫത്ഹ اسم كاد ضمير مستتر تقديره هو يخرج جملة الفعلية خبر كاد خبر كاد ഇനി ഇതേപോലെ തന്നെയാണ് ബാക്കിയുള്ളത് ഖാല ഉസ്മാൻ ലിൽ മുദീർ ഇതിന്റെ ഉസ്മാന് മീനിങ് എങ്ങനെയായിരിക്കും കംപ്ലീറ്റ് മീനിങ് ആ സെനൻസിന്റെ സക്കരിയ ഡോറ് തുറന്നു സക്കരിയ ഡോറ് തുറന്നു വകാദ യഖ്റുജു പുറത്തിറങ്ങാറായി എന്നാണ് ഡോറ് തുറന്ന് പുറത്ത് ഇറങ്ങാറായി എന്ന് അതായത് സക്കരിയ ഡോറ് തുറന്ന് അവൻ പുറത്ത് ഇറങ്ങാറായി അതായത് ഏകദേശം സംഭവിച്ചു അവൻ പുറത്തുണ്ട് ഇറങ്ങി എന്ന് പറയില്ലേ ഏകദേശം ഇറങ്ങി ആ ഒരു രീതിയിലേക്കാണ് ഇത് എന്ത് ചെയ്യുക വരിക ഖാല ഉസ്മാൻ ലിൽ മുദീർ ഉസ്മാൻ എന്ത് ചെയ്തു മുദീറിനോട് മാനേജറോട് അല്ലെങ്കിൽ പ്രിൻസിപ്പളിനോട് പറഞ്ഞു റഫഅ യൂസുഫ് യദഹു വകാദ യദ്രിബുനി യൂസുഫ് എന്ത് ചെയ്തു കൈ ഉയർത്തി വകാദ യദ്രിബുനി അവൻ എന്നെ അടിക്കാറായി എന്നാണ് വകാദ യദ്രിബുനി അവൻ എന്നെ അടിക്കാറായി കാദ എന്ന് പറഞ്ഞ ഫിഅലുൻ മാദി മബ്നിയുൻ അലൽ ഫത്ഹ ഇസ്മു കാദ ളമീറുൻ മുസ്തതിർ തഖദീറുഹു ഹുവ പിന്നെ യദ്രിബുനി എന്ന് പറഞ്ഞ ജുംലത്തുൽ ഫിഅലിയ ഖബറു കാദ ഇൻഖലബത് സയ്യാറതു ഹാമിദിൻ വകാദ യമൂതു എന്നാണ് ഇൻഖലബത്ത് ഇൻഖലബത്ത് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക മറിയ എന്നാണ് നമ്മൾ ഇൻഖലാബ് സിന്ദാബ എന്ന് വിളിക്കൂലേ എന്താണ് ഇൻഖലാബ് എന്ന് പറഞ്ഞാൽ മാറി മറിയ എന്നുള്ളതാണ് ഒക്കെ അറബിന്നാണ് വന്നിട്ടുള്ളത് ഇൻഖലബത്ത് എന്ന് പറഞ്ഞാൽ മറിഞ്ഞു ഇൻഖലബ മറിഞ്ഞു ഇൻഖലബത്ത് അത് തഅനീസാണ് സയ്യാറത്തു കാറ് എന്ത് ചെയ്തു മറിഞ്ഞു ആരുടെ ഹാമിദിന്റെ കാറ് മറിഞ്ഞു വകാദ അത് ആകാറായി വകാദ യമൂത്തു അവൻ മരിക്കാറായി എന്നാണ് വകാദ യമൂത്തു അവൻ മരിക്കാറായി കാദ ഫിഅൽ മാദി മബ്നിയുൻ അലൽ ഫത്ഹ ഇസ്മു കാദ ളമീർ മുസ്തതിർ തഖദീറുഹു ഹുവ യമൂത്തു പിന്നെ ഖബർ ജുംലത്തുൽ ഫിഅലിയ ഖബറു കാദ ളറബത്തിൽ മുദീറത്തു സുആദ ഫകാദത് തബ്കി എന്നാണ് ളറബത്ത് എന്താ ളറബ ഫിഅലുൻ മാദി മബ്നിയുൻ അലൽ എന്താണ് പറയും ഫിഅലുൻ മാദി മബ്നിയുൻ അലൽ സുക്കൂനോ ഫത്ഹോ കസ്റോ ഫത്ഹ വന്നത് ഇപ്പോഴും കൺഫ്യൂഷൻ മാറിയിട്ടില്ല അല്ലേ ഇത് ലോറബ ത് എന്ന് പറഞ്ഞ തഅനീസാണ് അത് നമ്മൾ എന്ത് ചെയ്യില്ല ഇറാബിന്റെ ഇതിലേക്ക് നമ്മൾ ചേർക്കലില്ല അല്ലെ ലോറബ എന്ന് പറഞ്ഞ ബാഇന്റെ ഇറാബാണ് നമ്മൾ നോക്കുക മറ്റേത് എന്താണ് തഅനീസാണ് അല്ലെ ضرب فعل ماضي مبني على الفتحة المدير مديرة فاعل 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 പിന്നെ ഓക്കെ സുആദ مفعول به فكادت لا كاد فعل ماضي مبني على الفتح കാദത് അവിടെയും തഅനീസാണ് ളമീർ പിന്നെ ളമീർ മുസ്തതിർ തഖദീറുഹു ഹിയ ല്ലേ യബ്കി ജുംലത്തുൽ ഫിഅലിയ ഖബർ കാദ ضرب طفلي نظارتي بالعصا ضرب
الطفل نظارتي بالعصا وكاد يكسرها എന്നാണ്. ലറബ അടിച്ചു അല്ലെങ്കിൽ പൊട്ടിച്ചു എന്നൊക്കെയാണ് അർത്ഥം. ലറബക്ക് 10-36 അർത്ഥമുണ്ട്, ഓരോ സന്ദർഭത്തിനനുസരിച്ച് മാറും. തുഫിലി എന്റെ കുട്ടി, പിന്നെ എന്ത് ചെയ്തു, അല്ലെങ്കിൽ അടിച്ചു എന്നുള്ള അർത്ഥമുണ്ട്, അല്ലെങ്കിൽ പൊട്ടിച്ചു എന്നും പറയാം. ഇവിടെ എക്സിറുന് വരുന്നുണ്ടല്ലോ, അപ്പൊ ഇവിടെ അടിച്ചു എന്നുള്ള നിലക്ക് തന്നെയാണ്. പിന്നെ നദ്വാറത്തി എന്റെ കണ്ണട എന്ത് ചെയ്തു, എന്റെ കുട്ടി അടിച്ചു, ബിൽ ആസ വടി കൊണ്ട്, വകാദ യക്സിറുഹ അത് പൊട്ടാറായി എന്നാണ്. വകാദ യക്സിറുഹ എന്നാണ്. ഇനി ഇവിടെ ഫിഅലു മുദാരിഇലേക്ക് വരികയാണ്. ഫിഅലു മുദാരിഇലേക്കാണ് അടുത്തത് വരുന്നത്. അസ്സാഅത്തു അൽ ആൻ വാഹിദ, ഇപ്പോ സമയം 1 മണിയാണ്. യകാദുൽ മുദീറു യഖ്റുജു, യകാദുൽ മുദീറു യഖ്റുജു എന്നാണ്. മുദീർ എന്ത് ചെയ്ത്, പുറത്ത് ഇറങ്ങാറായി എന്നുള്ളതാണ്. യകാദു ഫിഅലുൻ മുദാരിഉൻ മർഫൂഉൻ വഅലാമത്തു റഫ്ഇഹി അദ്ദമ്മ. മുദീർ ഇസ്മു കാദ, ഇസ്മു കാദ, യഖ്റുജു ഖബർ കാദ, ജുംലത്തുൽ ഫീലിയ. ഖബറു കാദ, അയ്യോ ഖബറു കാദ. യകാദുൽ ഇമാമു യർഫഉ, യകാദുൽ ഇമാമു യർഫഉ, ഇമാമ് എണീക്കാറായി എന്നാണ്. ഇമാമ് എണീക്കാറായി. പിന്നെ യകാദുൽ ജറസു യരിന്നു എന്നുള്ള ആ രീതി അല്ലെ. ഇവിടെ യർഫഉ എന്നുള്ളത് എന്താണ്, അതൊരു ജുംലത്തുൽ ഫിഅലിയാണ്. യർഫഉ ഫിഅലുൻ മുളാരി മർഫൂഉൻ വഅലാമത്തു റഫ്ഇഹി അല്ലമ്മ ഫാഇൽ ളമീർ മുസ്തതിർ തഖ്ദീറുഹു ഹുവ എന്നുള്ളത് അല്ലേ. ലിമ ളറബ്ത ഹാദിഹിൽ വലദ യാ അലി, അലി നീ എന്തിനാണ് ഈ കുട്ടിനെ അടിച്ചത്. ഹുവ യകാദു യബ്കി, അവൻ കരയാറായിരിക്കുന്നു എന്നുള്ള ഇത്. അപ്പൊ ഇതാണ് കാദ യകാദു എന്നുള്ളതിന്റെ നിയമങ്ങൾ ഇതാണെന്നുള്ള നമ്മൾ മനസ്സിലാക്കുക. കാദ വരുമ്പോൾ അവിടെ അത് ഫിഅലാണ്, ഫിഅലു മാളിയാണ്. പക്ഷെ അതിന്റെ ഫായിലല്ല വരിക, ഇസ്മു കാദയാണ് വരിക. അതേപോലെ തന്നെ ഖബറു കാദ എപ്പോഴും ജുംലത്തുൽ ഫിഅലിയ ആയിരിക്കും എന്നുള്ളതും നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. 9ാമത്തെ തംരീൻ, അന ലാ അഷ്റബു അൽ കഹ്വ, അത് ലാ നാഹിയയും അതേപോലെ നാഫിയയും അതിലേക്ക് മാ വരുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ മുന്നേ പറഞ്ഞതാണ്. അന ലാ അഷ്റബുൽ കഹ്വ, ഞാൻ എന്ത് ചെയ്യില്ല, ചായ അല്ലെങ്കിൽ കഹ്വ കുടിക്കുകയില്ല. അന മാ അഷ്റബുൽ കഹ്വ അൽ ആൻ, ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യില്ല, കഹ്വ കുടിക്കുകയില്ല. നഹ്നു ലാ നൽഅബു ഖുറത്തുൽ ഖദം, ഞങ്ങൾ ഫുട്ബോൾ കളിക്കാറില്ല അല്ലെ, ഞങ്ങൾ ഫുട്ബോൾ കളിക്കാറില്ല. നഹ്നു മാ നൽഅബു ഖുറത്തുൽ ഖദം അൽ ആൻ, ഞങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യില്ല, ഫുട്ബോൾ കളിക്കുകയില്ല. ഹുവ ലാ യഖറഉ സുഹഫ, അവൻ എന്ത് ചെയ്തില്ല, ന്യൂസ് പേപ്പർ വായിക്കുകയില്ല. ഹുവ മാ യഖറഉ അസ്സുഹഫ അൽ ആൻ, അവൻ ഇപ്പോൾ എന്ത് ചെയ്യില്ല, ന്യൂസ് പേപ്പർ വായിക്കുക ഇല്ല എന്നുള്ളതാണ്. 10ാമത്തേത് നമ്മൾ പറഞ്ഞു. 11ാമത്തേത് ഹോംവർക്കാണ്. ഉക്തുബുൽ ജുംലൽ ആതിയത മുസ്തഅമിലൻ ഫിഅലു തഅജ്ജുബ്, ഫിഅലു തഅജ്ജുബ് കൊണ്ടുവന്നിട്ട് എഴുതാനാണ്. ഉൻദുർ ഇലാ ഹഉലാഇ തുല്ലാബു അൽ ജദീദ് അല്ലെ. ഉൻദുർ നീ നോക്ക്, ഇലാ ഹഉലാഇ തുല്ലാബിൽ ജദീദ്, ആ പുതിയ വിദ്യാർത്ഥികളിലേക്ക് നീ നോക്ക്. ഹും കസീറുൻ, അവർ ധാരാളമാണ് എന്നാണ്. അപ്പൊ അതിലേക്ക് എന്ത് ചെയ്യണം, ഫിഅലു തഅജ്ജുബ് എന്ത് ചെയ്യണം, കൊണ്ടുവരണം. അപ്പോ അവിടെ എന്ത് ചെയ്യണം, ആദ്യം ആ ഹും എന്നുള്ളത് എന്ത് ചെയ്യണം, ഒഴിവാക്കണം. അവിടെ എന്ത് ചേർക്കണം, മാ എന്നുള്ളത് ചേർക്കണം. പിന്നെ കസീറുൻ എന്നുള്ളത് അക്തർ എന്നുള്ള ഇതിലേക്ക് മാറ്റണം. അപ്പോ മാ അക്തറ, പിന്നെ ഹും എന്നുള്ള ദമീർ അതിലേക്ക് ആഡ് ചെയ്യണം. മാ അക്തറുഹും, മാ അക്തറഹും, മാ അക്തറഹും എന്നാണ് ഇവിടെ വരുന്നത്. മാ അക്സറഹും, ഇവരെത്ര ആൾക്കാരാണ് എന്നുള്ള ആ രീതി. അത് 3 എന്ത് ചെയ്യണം, ബാക്കിയുള്ളത് ആ 4 നിങ്ങൾ ആ രീതിയിലേക്ക് മാറ്റിയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ സ്വയം എഴുതുക. അൽ കലിമത്തുൽ ജദീദ, പുതിയ വാക്ക്. മഖാദുൻ എന്ന് പറഞ്ഞാൽ ഇരിപ്പിടമാണ്. ജംഉ മഖായിദ്, ഇരിക്കുന്ന സ്ഥലത്തിന്
യാ അബത്തി എന്നുള്ളത് യാ അബി എന്നുള്ള അതേ രീതിയിലാണ് യാ അബത്തി എന്നുള്ളതും വിളിക്കുന്നത്. പിന്നെ ഫിൽ അസ്നാഇ, ഫിൽ അസ്നാഇ, അസ്ന എന്ന് പറഞ്ഞാൽ പിന്നെ ഫിൽ അസ്ന എന്ന് പറഞ്ഞാൽ ഡ്യൂറിങ് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അതായത് ആ സമയത്ത് എന്നാണ്. ഇപ്പോ ഉദാഹരണത്തിന് ഫി അസ്നാഇ ദർസി, ക്ലാസ് എടുക്കുന്ന ആ സമയത്ത്, അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ പറയും. ഫി അസ്നാ ദർസി എന്ന് പറഞ്ഞാൽ ക്ലാസ് എടുക്കുന്ന ആ സമയത്ത്, അല്ലെങ്കിൽ ഞാൻ അവിടെ പോകുന്ന ആ സമയത്ത്, അല്ലെങ്കിൽ ഞാൻ അവിടെ നിൽക്കണ സമയത്ത് എന്നൊക്കെ അർത്ഥം വരുന്നതിനാണ് ഫി അസ്നാഇ എന്ന് പറയാം. കദബ എന്ന് പറഞ്ഞാൽ കളവ് പറയാ, കിദിബു കളവ് പറയുന്നു. ഇൻകലബ എന്ന് പറഞ്ഞാൽ മറിയുക അല്ലെങ്കിൽ മറിക്കുക. ഇൻകലിബ് മറിയുന്നു. ബക്ക കരയ, യബ്കി കരയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ഈ പാഠത്തിൽ ഉള്ളത്. ഇൻഷാ അള്ളാഹ് പിന്നെ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ടേമിലെ ഇത് കഴിയാണ്. ഇൻഷാ അള്ളാഹ് നമ്മൾ ഈ ഒരു ബുക്ക് കഴിഞ്ഞ് അടുത്തൊരു ബുക്ക് നമുക്ക് തുടങ്ങണം. അപ്പോൾ ഇതിന്റെ ഒരു പരീക്ഷ ഇൻഷാ അള്ളാഹ് വരും ദിവസങ്ങൾ ഉണ്ടാകും. അത് ഏത് ദിവസമാണെന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളെ കോർഡിനേറ്റർമാർ അറിയിക്കും. അപ്പോൾ ഇന്നു മുതൽ തന്നെ ആ ഒരു രീതിയിലേക്ക്, ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷ കഴിഞ്ഞതിന് ശേഷമുള്ള മുഴുവൻ ഭാഗങ്ങളും A to Z ഒന്ന് കവർ ചെയ്യുന്ന രീതിയിലേക്ക് ഇന്നു മുതലേ ഡെയിലി എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. ഏത് നിമിഷവും ഇൻഷാ അള്ളാഹ് ചിലപ്പോൾ ഒരാഴ്ചക്കോ രണ്ടാഴ്ചക്കുള്ളിൽ എക്സാം ഉണ്ടായിരിക്കാം. ആ ഒരു അതിനുവേണ്ടി നമ്മൾ തയ്യാറാകുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഇതിൽ ഫത്ഹ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم. والله تعالى أعلم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.